ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം, അതായത് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതേ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭോപ്പാലിൽ ഇപ്പം നമ്മുടെ സ്കൂളൊക്കെ അവധിയായി. അമ്മൂസിൻ്റെ സ്കൂള്, മിന്നൂസിൻ്റെ സ്കൂൾ, അതുപോലെ ഞാൻ പോകുന്ന സ്കൂള്, അവിടെ എല്ലാം ഇപ്പം നമുക്ക് അവധിയായി. ഇനിയിപ്പോൾ 1.5 മാസമൊക്കെ അവധിയാണ് കേട്ടോ. അപ്പോൾ ഈ അവധിയൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു നാട്ടിലെ പോക്കിനെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതായത് നമ്മൾ ഈ ഭോപ്പാലിൽ എപ്പോൾ വന്നു അന്ന് മുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരുന്നു, ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് നാട്ടിലേക്ക് ബൈ റോഡ് പോകണമെന്നുള്ള കാര്യം. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ബൈ റോഡ് പോയ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, നമുക്കെന്നാണ് ഈ അവസരം ഒത്തുകിട്ടുക എന്ന്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ദൈവം അതൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുതരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ മെയ് 2-ാം തീയതി വെളുപ്പിനെ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 5 മണിക്കൊക്കെ ഇറങ്ങണമെന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേങ്കിൽ 5:30 ആയപ്പോഴാണ് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയത്. കാരണം നമ്മൾ മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആകുമല്ലോ, എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഏകദേശം 2300-400 കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒന്നിച്ച് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ അങ്ങ് വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് നാട്ടിലെത്തുന്ന ആ ഒരു രീതിയല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ 1-2 ദിവസമൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്ത് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കൂടെ കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ദേ മിന്നൂസ് രാവിലെ തന്നെ എണീറ്റായതുകൊണ്ട് വണ്ടിയിൽ കയറിയപ്പോഴേ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദൂരം നമ്മൾ ചെന്നപ്പോൾ, അതായത് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ കഴിക്കുകയാണേ. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബ്രെഡും അതുപോലെ തന്നെ ഏത്തപ്പഴവും കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലാസ്കിൽ കോഫിയൊക്കെ ഇട്ട് രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും കഴിക്കുകയാണ്. അമ്മൂസ് ബ്രെഡും ന്യൂട്ടല്ലയും, ബാക്കി ഞങ്ങളൊക്കെ ബ്രെഡും ജാമും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം ഞാനും കൂടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നിച്ച് ഒരാൾ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് അറിയാവുന്നവരാണെങ്കിൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ അടുത്ത ആൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ. നമ്മൾ ഈ യാത്രയിൽ സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 5 സ്റ്റേറ്റോളം കവർ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ MP, അതായത് മധ്യപ്രദേശിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്റ്റേറ്റ് വരുന്നത് മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് തെലുങ്കാന. അപ്പോൾ പല പല സ്റ്റേറ്റുകളിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡേ 1-ൽ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത് ഹൈദരാബാദിലാണ് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോൾ എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ ഉച്ച ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാനെടുത്തു. നാരങ്ങാ ചോറും മീൻ വറുത്തതും മോരും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ കൂടെ മക്കളൊക്കെ ഉള്ളപ്പോൾ. പുറത്ത് ഭയങ്കര കട്ട ചൂടാണ് കേട്ടോ. വണ്ടിയിലകത്തിരിക്കുമ്പോൾ നമുക്കത് അറിയത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീനഗർ കന്യാകുമാരി ഹൈവേ ആണ് കേട്ടോ. ഈ ഹൈവേയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഹൈവേ ആണ്. 3700 കിലോമീറ്ററാണ് ഈ ഹൈവേയുടെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഈ യാത്രയിലുണ്ട്. പിന്നെ ഇവിടത്തേക്ക് റോഡുകളുടെ കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും സൂപ്പർ റോഡാണ്. നമ്മൾ ടോളൊക്കെ അവർ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിലും എക്സ്ട്രാ പൈസ നമ്മൾ കൊടുത്താലും കുഴപ്പമില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അത്ര കംഫർട്ടബിളാണ് നമുക്ക് ഈ റോഡ്. ഒരു ശല്യവും ഇല്ല, ഒരു റഷും ഇല്ല, ഒരു പൊടി പോലും റോഡിൽ കാണാനില്ല. അത്ര നല്ല ക്ലീനായിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ ഏകദേശം ഹൈദരാബാദിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുംബൈ, ബാംഗ്ലൂരു ആ ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 7 മണിക്ക് എത്തണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി, ഇടയ്ക്ക് കുറച്ച് ട്രാഫിക്കൊക്കെ വന്നപ്പോൾ.
അപ്പോൾ ഇത് വന്നിട്ട് തെലങ്കാന സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴും സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും പറയാനില്ല. പൊളി സ്ഥലം. രാത്രി വന്നപ്പോഴേ കുറേ ഇത്രയും വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. അതുപോലെ ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇനി നമുക്ക് വിശദമായിട്ട് ഈ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് ഒരു ദിവസം മൊത്തം ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ രാത്രിയിൽ നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നപ്പോഴേ ഇവർ ഇവിടെ ഇല്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞതായിരുന്നു. അവർ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഡ്രൈവറിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീടൊക്കെ തുറന്ന് തന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മട്ടൻ മന്തി ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മട്ടൻ മന്തിയും അതുപോലെ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ.